നഴ്സുമാരുടെ സമരം ന്യായമാണെങ്കിലും സമരം തുടരുന്നത് സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് പ്രമുഖ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എസ് അനൂപ് കുമാർ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ലെന്നും ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുണ്ടെന്നും ഡോക്ടർ പ്രതികരിച്ചു. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ആശുപത്രികളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുകയാണ്. സർജറികൾ ഉൾപ്പെടെ മുടങ്ങുന്നു. വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നമുക്കൊപ്പം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ അനൂപ് കുമാർ ചേരുകയാണ്. എങ്ങനെയാണ് സാർ ഇപ്പോൾ മിംസ് ആശുപത്രികളിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ICUവിൽ നമ്മൾ സാധാരണ മുമ്പേ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിനെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 15ഓളം ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസ് ഇവിടെ ICUവിലുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ള കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലുള്ള നഴ്സുമാർ അവർ ഷിഫ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഈ പ്രവർത്തനം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ സഹകരിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം മറ്റ് എമർജൻസി കേസുകളൊക്കെ നമുക്ക് ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-15 ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കോള് വരികയുണ്ടായി. ഇതേപോലെ എമർജൻസി ICU അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ പുതിയ അഡ്മിഷൻ പോലും എടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അതേപോലെ തന്നെ എമർജൻസി സർജറികൾ നമുക്ക് നടത്താനുള്ള സൗകര്യങ്ങളില്ല. അതേപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്റ്റാഫ് നഴ്സ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മളവിടെ ഈ നഴ്സിംഗ് കഴിഞ്ഞ മറ്റ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ ഡ്യൂട്ടി മാനേജേഴ്സിനൊക്കെ വെച്ചിട്ടാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. അതേപോലെ EMT അതായത് എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻസും അതേപോലെ അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ വെച്ചിട്ടാണ് അവിടെ ഡിപ്പാർട്ട്മെൻറ്റും നടക്കുന്നത്. അതേപോലെ വാർഡിൽ അഡ്മിഷൻ നടക്കുന്നില്ല. അവിടെ നമുക്കതിനുള്ള സ്റ്റാഫില്ല. സമരത്തിനൊന്നും നമ്മൾ എതിരല്ല. തീർച്ചയായിട്ടും നഴ്സുമാർക്ക് ന്യായമായ സാലറി കൊടുക്കണം എന്നുള്ള തന്നെ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷെ അതേസമയം തന്നെ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഈ അത്യാവശ്യ സർവീസുകളുടെ എമർജൻസി സർവീസുകളെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ളൊരു ആരോഗ്യ പ്രതിസന്ധിയാണ് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിൽ ഉണ്ടാക്കുന്നത്. കാരണം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രധാന ആശുപത്രികളിലൊക്കെ തന്നെ കോഴിക്കോട് മിംസ് ആശുപത്രി ആണെങ്കിലും ബേബി മെമ്മോറിയൽ, ഇക്ര, മെയ്ത്ര ഈ 4 പ്രധാന ആശുപത്രികളിൽ ആശ്രയിച്ചാണ് വലിയൊരു വിഭാഗം ജനങ്ങളും ഈ ആരോഗ്യപരമായ എമർജൻസിക്കും ബാക്കി കെയറിനും വന്നുകൊണ്ടിരിക്കുന്നത്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ഈ 4 ആശുപത്രികളിലെയും പ്രവർത്തനം മുഴുവനായി നിലയ്ക്കുന്നതുകൂടി, പ്രത്യേകിച്ച് ഈ എമർജൻസി സർവീസ് നിലയ്ക്കുന്നതോടുകൂടി പലർക്കും ഈ വ്യക്തമായ രീതിയിലുള്ള ചികിത്സ ലഭിക്കാത്ത അവസ്ഥയാണ്. അതേ രീതിയിൽ തന്നെ ഇവിടെ ഏകദേശം 200ഓളം ഡയാലിസിസ് രോഗികളുണ്ട്. അപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 30ഓളം സ്റ്റാഫ് നഴ്സസ് ഉണ്ട്. അവർ പലരും ഡ്യൂട്ടിക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡയാലിസിസിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. അവിടുത്തെ ടെക്നീഷ്യൻസൊക്കെ ഈ ഓവർ ടൈം ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പെട്ടെന്നൊരു ആക്സിഡന്റ് ആയിട്ട് വന്നു, ട്രോമ എന്ന് പറയും നമ്മൾ. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കേസ് വന്നു കഴിഞ്ഞാൽ അതിന് എമർജൻസി കെയർ കൊടുക്കാൻ പറ്റുന്നില്ല. നെഞ്ചുവേദനയായിട്ട് വരുന്നു, സ്ട്രോക്ക് ആയിട്ട് വരുന്നു, അങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. ആ രീതിയിലുള്ള രോഗികൾക്കൊന്നും വേണ്ട കെയർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നഴ്സിംഗ് സ്റ്റാഫ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയും ഇന്ന് കോടതിയൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ ഈ അത്യാവശ്യ സർവീസുകളെങ്കിലും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അത് ഈ നഴ്സിംഗ് സംഘടനയുടെ ഭാഗത്തുനിന്നാണെങ്കിലും